സ്നേഹപൂർവ്വം ക്ഷമ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ക്ഷമ യശോദ പറയണേണ്, രാധികമ്മയുടെ മനസ്സിൽ ഏറ്റവും വലിയ സങ്കല്പം യശോദ തന്നെയാണ്. ആ സ്നേഹത്തിൽ നിന്ന് വളരെ കുറച്ച് മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. നമുക്കെല്ലാവർക്കും കൂടി ഒരുമിച്ച് നമ്മുടെ മോളെ സ്നേഹിക്കാനേ. അങ്ങനെ ക്ഷമയുടെ വാക്കുകളൊക്കെ കേൾക്കുമ്പോൾ സന്തോഷത്തോടു കൂടി നിൽക്കുവാൻ കേട്ടോ യശോദയും ദേവനും ഒക്കെ. ഈ സമയം ദേവൻ രാധിക അരികിലേക്ക് വിളിച്ച് ചേർത്ത് പിടിക്കുക. എന്നിട്ട് പറയണേ, എൻ്റെ മോള് കുഞ്ഞുനാളിൽ കുറേ വിഷമിച്ചിട്ടില്ലേ, താനൊരു അനാഥയാണെന്നറിഞ്ഞ് ഒത്തിരി വേദനിച്ചിട്ടില്ലേ, അപ്പോഴൊക്കെ അച്ഛൻ ഈ മോളോട് പറയാറില്ലേ മോളുടെ തലയിൽ ഒരു ഭാഗ്യത്തിൻ്റെ വര വരച്ചിട്ടുണ്ടെന്ന്. ഇപ്പോൾ മനസ്സിലായില്ലേ അതെന്താണെന്ന്? ഇത്രയും വലിയൊരു ഭാഗ്യമല്ലേ ഭഗവാൻ മോൾക്ക് വേണ്ടി കാത്തുവെച്ചത്. ഈ സമയം യശോദ പറയുന്നുണ്ട്, മോളെ സത്യം പറയാലോ, മുമ്പൊക്കെ പലതവണ മോളെ അന്വേഷിച്ച് ഇതുപോലെ ആരെങ്കിലുമൊക്കെ വന്നാൽ എന്ത് ചെയ്യുന്നു ഞാൻ പലതവണ ഓർത്തിട്ടുണ്ട്. വിട്ടുകൊടുക്കില്ല എന്ന് തന്നെയായിരുന്നു അപ്പോഴൊക്കെ എൻ്റെ മനസ്സിലെ തീരുമാനം. പക്ഷേ ശ്യാമയുടെ ഇപ്പോൾ പറഞ്ഞത് കേട്ടില്ലേ, വിട്ടുതരാനല്ല പറഞ്ഞത്, കൂടെ നിന്ന് സ്നേഹിക്കാനാ. കേട്ടപ്പോൾ അമ്മയുടെ മനസ്സ് നിറഞ്ഞു. അമ്മയ്ക്ക് ഇതിൽ പല സന്തോഷം എന്താ ഉള്ളത്? അങ്ങനെ പറഞ്ഞ് രാധികയെ ചേർത്ത് പിടിക്കുവാണ്ടോ. പിന്നീട് യശോദ പറയണേ, അതെ മാഡം, എന്താണെങ്കിലും അങ്ങനെയൊന്നും ഞങ്ങൾ വിട്ടില്ല കേട്ടോ, എന്തെങ്കിലും ഭക്ഷണം കഴിച്ചിട്ട് പോയാൽ മതി. അന്നേരം ക്ഷമ പറയണേ, അതിനെന്താ, ചെറുതായിട്ടല്ല നല്ല വിഷയമായിട്ട് തന്നെ കഴിച്ചിട്ട് പോകാം. ഈ സമയം യശോദ പറയുന്നുണ്ട്, ഇവിടെ സൗകര്യങ്ങളൊക്കെ തീരെ കുറവാണ്, അതൊന്നും മാഡത്തിന് ബുദ്ധിമുട്ടാവില്ലല്ലോ. എന്ത് ബുദ്ധിമുട്ട്? എൻ്റെ മോൾ ഇത്ര നാൾ ഇവിടെയല്ലേ വളർന്നത്, ഈ വീട്ടിലെ ഭക്ഷണം കഴിച്ചല്ലേ അവൾ വളർന്നത്, എനിക്കതിൽ ഒരു ബുദ്ധിമുട്ടുമില്ല. എന്നാൽ പിന്നെ ഞാൻ വേഗം തന്നെ എല്ലാ ഭക്ഷണവും റെഡിയാക്കിയിട്ട് വരാം. മോളിവിടെ അമ്മയുടെ കൂടെ തന്നെ നിന്നോ, ഞാൻ വേഗം പോയി പാചകം ചെയ്ത് റെഡിയാക്കി കൊണ്ടുവരാം. അങ്ങനെ പറഞ്ഞ് യശോദ അടുക്കളയിലേക്ക് പോകുക. ഈ സമയം രാധിക പറഞ്ഞേ, അമ്മേ ഇങ്ങോട്ട് വന്നേ, ഒരു സ്ഥലത്തേക്ക് അമ്മനെ കൂട്ടിക്കൊണ്ടു പോകാനുണ്ട്. അങ്ങനെ പറഞ്ഞ് രാധിക ഷ്യാമേനെയും കുട്ടി നേരെ പൂജാമുറിയിലേക്കാണ്ടോ പോകുന്നത്. ദേ, അമ്മയെക്കുറിച്ചുള്ള എൻ്റെ വിഷമങ്ങളെല്ലാം ഞാൻ പറയുന്നത് ഈ ഭഗവാന്റെ മുമ്പിലാണ്. മിക്ക സമയവും ഞാൻ ഇവിടെ തന്നെ ആയിരിക്കും. അനാഥയാണെന്ന തോന്നലും മറ്റുള്ളവരുടെ കുറ്റപ്പെടുത്തലൊക്കെ കേൾക്കുമ്പോൾ ഭഗവാന്റെ മുമ്പിൽ കരഞ്ഞു തളർന്നിങ്ങനെ ഇരിക്കും. ചിലപ്പോൾ ഇരുന്ന് കഴിഞ്ഞാൽ അടുത്ത ദിവസം വരെ അതുപോലെ അതേ ഇരിപ്പ് തുടരാറുണ്ട്. എൻ്റെ സങ്കടങ്ങൾക്കെല്ലാം ഇപ്പോൾ ഭഗവാൻ പരിഹാരം തന്നില്ലേ, എൻ്റെ അമ്മയെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തിയില്ലേ, അപ്പോൾ അമ്മയെ ഞാൻ ആദ്യം കാണിക്കേണ്ടത് ഈ കണ്ണൻ്റെ മുമ്പിൽ തന്നെയല്ലേ. ഈ സമയം ഇതൊക്കെ കേട്ട് ദേവനും അങ്ങോട്ടേക്ക് വരുവാം. അന്നേരം ദേവൻ പറയണേ, ക്ഷമ മാഡം, മാഡത്തിനറിയോ രാധിക മോൾ അനാഥയാണെന്നുള്ള കാര്യം ആദ്യം പറഞ്ഞത് എൻ്റെ അമ്മ തന്നെയാണ്. സത്യം പറഞ്ഞാൽ അമ്മയിൽ നിന്നും ആ കാര്യം കേട്ടപ്പോൾ മോൾക്കത് ഉൾക്കൊള്ളാനായിട്ടായില്ല, അത് വിശ്വസിക്കാനും പറ്റിയില്ല. പിന്നെ പതിയെ എൻ്റെ യശോദയുടെ മൗനത്തിലൂടെ സത്യവതാണെന്ന് അവൾ തിരിച്ചറിഞ്ഞു. അതിനുശേഷം ഭഗവാന്റെ മുമ്പിൽ വന്നു നിന്ന് അതിനു മുമ്പിൽ തലയിടിച്ചുകൊണ്ട് എൻ്റെ മോൾ ഒത്തിരി കരഞ്ഞിട്ടുണ്ട്, ഒത്തിരി വിഷമിച്ചിട്ടുണ്ട്. ഇപ്പോൾ അതിനെല്ലാത്തിനും കൂടി ഭഗവാൻ അവളെ അനുഗ്രഹിച്ചില്ലേ, ഇതുപോലെ അമ്മയെ കൊടുത്തില്ലേ, ഇതിൽ പര സന്തോഷം ഇനിയിപ്പോൾ ഞങ്ങൾക്ക് എന്താണ് കിട്ടാനുള്ളത്? ഈ സമയം ക്ഷമയും പറയുന്നുണ്ട്, എൻ്റെ മോള് ഒരുപാട് വിഷമിച്ചിട്ടുണ്ട്, മോളെ കാണാതെ ഞാനും ഭഗവാന്റെ മുമ്പിൽ തന്നെയാണ് എൻ്റെ സങ്കടം മുഴുവൻ പറയുന്നത്. അന്നേരം ദൈവം പറയണേ, അത് ശരി, അപ്പോൾ അമ്മയും മോളും കാണാൻ മാത്രമല്ല ഒരുപോലെ, ശബ്ദവും സംസാരവും എന്തിന് ആരാധിക്കുന്ന ആൾ പോലും ഒന്നാണല്ലേ. അങ്ങനെ അവരെല്ലാവരും കൂടി ഭഗവാന്റെ മുമ്പിൽ തൊഴുകൈകളോട് നിൽക്കുക. അന്നേരം ദൈവം പറയണേ, എൻ്റെ മോൾക്കും അവളുടെ അമ്മക്കും ദീർഘായുസ് നൽകണേ, അവർക്ക് ഒരബദ്ധം വരുത്തല്ലേ എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുവാണ്. പിന്നീട് കാണിക്കുന്നത് മുത്തശ്ശീനെ കാണാനായിട്ട് ജയിലിൽ ശരത്ത് വന്നിരിക്കുന്നതാണ് കേട്ടോ. അന്നേരം മുത്തശ്ശി ശരത്തിനോട് ചോദിക്കുന്നുണ്ട്, അല്ല ശരത്തെ, എന്തായി കാര്യങ്ങളൊക്കെ, നീ ആ വക്കീലിനെ ചെന്ന് കണ്ടോ? കണ്ടു. അയാൾ പറഞ്ഞത് അയാളെ പൈസ ഏൽപ്പിച്ചത് ഡിവോഴ്സ് കേസ് വാദിക്കാനെന്നും പറഞ്ഞാണെന്ന്, അതുകൊണ്ട് തന്നെ അയാൾക്ക് ഇതുപോലുള്ള മയക്കുമരുന്ന് കേസൊന്നും എടുക്കാൻ പറ്റില്ല എന്നും പറഞ്ഞ് അയാൾ കൈമലർത്തി കാണിച്ചു. അത് കേട്ടിട്ട് മുത്തശ്ശി പറഞ്ഞേ, ഓ ദുഷ്ടൻ, ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന പൈസ മുഴുവൻ വാങ്ങിച്ചെടുത്ത് ഇപ്പോൾ അയാൾ ഞങ്ങളെ കൈ ഒഴിഞ്ഞു അല്ലേ. എൻ്റെ ശരത്തെ, ഇവിടുന്ന് പുറത്തിറങ്ങാനുള്ള എന്തെങ്കിലും മാർഗമുണ്ടോ? ഇപ്പം ഞങ്ങൾക്ക് സഹായം ചോദിക്കാനായിട്ട് നീ മാത്രമേ ഉള്ളൂ. അന്നേരം ശരത്ത് പറയണേ, ഇതിങ്ങനെ നിസ്സാരമായിട്ടുള്ള കേസൊന്നും അല്ലല്ലോ, പെട്ടെന്ന് അങ്ങനെ ഊരി പോരാനും പറ്റില്ല, ഇതെല്ലാം നിങ്ങളായിട്ട് തന്നെ വരുത്തി വെച്ചതല്ലേ, ഇതൊക്കെ ദൈവശാപമാണ്. ആ രാധികയെ അതിനു വേണ്ടി മാത്രം നിങ്ങൾ രണ്ടുപേരും കൂടി ഉപദ്രവിച്ചിട്ടില്ലേ, അതിൻ്റെയൊക്കെ ശിക്ഷയാണ് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അന്നേരം സുകുമാരിക്ക് ദേഷ്യം കയറുക. അതെ, നിന്നെ ഞാൻ ഇങ്ങോട്ടേക്ക് വിളിച്ചത് ഇവിടെ നിന്ന് രക്ഷപ്പെടാനുള്ള എന്തെങ്കിലും മാർഗം ഉണ്ടോ എന്നറിയാനാ, അല്ലാതെ ഞങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ശിക്ഷ വിധിക്കാനൊന്നുമല്ല. ഞാനും എൻ്റെ പ്രിയങ്കമോളും ഈ ജയിലിൽ കിടന്ന് നരകിക്കുവാണ്. ഞങ്ങൾ കിടക്കുന്ന സെല്ലിലെ വേറെ 3-4 പേരും കൂടിയുണ്ട്. അവരാണെങ്കിൽ മിണ്ടിയ പ്രശ്നമാണ്, അപ്പം തന്നെ ഞങ്ങളെ ഉപദ്രവിക്കാൻ വരും. അടികൊണ്ട് അവശരായിട്ടാണ് ഞങ്ങളിവിടെ കിടക്കുന്നത്. അന്നേരം ശരത്ത് പറയുന്നുണ്ട്, ഞാൻ പറയാനുള്ളതൊക്കെ പറഞ്ഞു, ഞാൻ നിങ്ങളുടെ കൂടെ കൂട്ടി നിൽക്കുന്നുണ്ടെങ്കിലും നിങ്ങൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികൾക്കും കൂട്ടി നിൽക്കാനൊന്നും എന്നെ കൊണ്ട് പറ്റില്ല. ഓ, നീ കൂടുതലൊന്നും പറയാൻ നിൽക്കണ്ട, നീ അത്രയ്ക്ക് നല്ല പിള്ളയൊന്നും അല്ലല്ലോ. എൻ്റെ പ്രിയങ്കമ്മയുടെ കയ്യിൽ നിന്ന് 5 കോടി രൂപ തട്ടിയെടുത്ത് നശിപ്പിച്ചവനല്ലേ നീ. ആ പൈസ ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഈ ഗതി വരുമായിരുന്നോ? ഞങ്ങൾ കോടീശ്വരരായിട്ട് ജീവിക്കില്ലേ? അങ്ങനെയുള്ള നീ കൂടുതൽ ന്യായമൊന്നും പറയാൻ നിൽക്കണ്ട. അന്നേരം ശരത്ത് പറയണേ, അത് ശരി, ഇപ്പം എൻ്റെ മണ്ടകായോ? നിങ്ങളെ സഹായിക്കാമെന്ന് കരുതിയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ഓ, നിൻ്റെ സഹായമൊന്നും ഇനി വേണ്ടട്ടാ ഞങ്ങൾക്ക്.
ഇത്രയും നാളും സുകുമാരിയും കൊച്ചുമോളും ആരെയും കണ്ടിട്ടില്ലല്ലോ ഓരോ കാര്യങ്ങൾ ചെയ്തു കൂട്ടിയത്. ഞങ്ങൾക്ക് എങ്ങനെ രക്ഷപ്പെടണമെന്ന് ഞങ്ങൾ തന്നെ തീരുമാനിച്ചോളാം. പക്ഷേ ഞങ്ങൾ ഈ അവസ്ഥയിലാക്കിയ നിൻ്റെ ആ സിനിമാ ഗ്രൂപ്പിലുള്ള ആൾക്കാരുണ്ടല്ലോ, അവന്മാരാരെയും ഞങ്ങൾ വെറുതെ വിടില്ല. അവന്മാരെ മാത്രമല്ല, നിനക്കുള്ളതും ഞങ്ങൾ കരുതി വെച്ചിട്ടുണ്ട്. കാത്തിരുന്നോ നീ. അങ്ങനെ പറഞ്ഞ് ശരത്തിനെ വെല്ലുവിളിച്ചുകൊണ്ട് മുത്തശ്ശി അവിടെ നിന്നും പോകുവാണ്. പിന്നീട് കാണിക്കുന്നത് യശോദ ഭക്ഷണമെല്ലാം റെഡിയാക്കി ഡൈനിങ് ടേബിളിൽ ഒരുക്കി വെക്കുവാണ് കേട്ടോ. ഈ സമയം ദേവനും ശ്യാമയും രാധികയൊക്കെ അങ്ങോട്ടേക്ക് എത്തുവാണ്. അന്നേരം യശോദ പറയുന്നുണ്ട്, അതെ, അധികം വലുതായിട്ട് കറികളൊന്നും ഉണ്ടാക്കാൻ പറ്റിയില്ല, എന്നെക്കൊണ്ട് പറ്റുന്നത് പോലെ പെട്ടെന്ന് ഒഴുക്കിയെടുത്തതാണ്. അന്നേരം ശ്യാമ പറയണേ, രാധിക മോള് അവളുടെ കൈകൊണ്ടുണ്ടാക്കിയ ഭക്ഷണം ഞാൻ ഒരുപാട് കഴിച്ചിട്ടുള്ളതാ, അതിനൊക്കെ നല്ല സ്വാദായിരുന്നു. അന്നേരം അവൾ പറയും അവളുടെ കൈപുണ്യത്തിൻ്റെ കാരണം അവളുടെ ഈ അമ്മയാണെന്ന്. അപ്പോൾ പിന്നെ യശോദ ഉണ്ടാക്കിയ ഭക്ഷണത്തിൽ ഒരു കുറവുണ്ടാകാൻ സാധ്യതയില്ലല്ലോ. അങ്ങനെ പറഞ്ഞ് അവരെല്ലാവരും ഭക്ഷണം കഴിക്കാനിരിക്കുക. ഈ സമയം യശോദ അവിടെ വിളമ്പി കൊടുത്തിട്ട് നിൽക്കുവാണ് കേട്ടോ. അന്നേരം രാധിക യശോദേനെ അവിടെ പിടിച്ചെടുത്തുക. അതെ, ഇന്നെനിക്ക് ഈ രണ്ടമ്മമാരും ചേർന്നാണ് ഭക്ഷണം വാരിത്തരാൻ പോകുന്നത്, അതും തുല്യ അവകാശത്തോടെ. അത് കേൾക്കുമ്പോൾ രണ്ടുപേർക്കും ഒത്തിരി സന്തോഷമാകണേണ്. അങ്ങനെ രണ്ടുപേരും രാധികയ്ക്ക് വേണ്ടി ഒരു ഉരുള ഒഴിച്ച് ഒരേ സമയം തന്നെ രാധികയ്ക്ക് നേരെ രണ്ടുപേരും കൂടി നീട്ടുവാണ് കേട്ടോ. അത് കാണുന്നതും രാധിക ഒരു നിമിഷം ഒന്നാലോചിച്ച് നിൽക്കുക. എന്നിട്ട് രാധിക പറയണേ, അതെ, എൻ്റെ നാവിലേക്ക് ആദ്യമായിട്ട് ഭക്ഷണം വെച്ച് തന്നത് ഈ അമ്മയാ, അതുകൊണ്ട് ഞാൻ ഈ അമ്മയുടെ ആദ്യം കഴിക്കുന്നത്. അങ്ങനെ പറഞ്ഞ് യശോദയുടെ കയ്യിൽ നിന്ന് ഭക്ഷണം വാരി കഴിക്കുവാണ് കേട്ടോ. ഈ സമയം യശോദക്ക് ഒത്തിരി സന്തോഷമൊന്നുണ്ട്. ശ്യാമക്കും അതിൽ പരാതി ഒന്നുമില്ല കേട്ടോ. അങ്ങനെ യശോദ സങ്കടപ്പെട്ട് കരയുക. അതുകൊണ്ട് രാധിക ചോദിക്കണേ, എന്തു പറ്റി അമ്മേ? ഈ സമയം യശോദ പറയണേ, ദേവേട്ട ഇവൾ പറഞ്ഞത് കേട്ടില്ലേ? അന്നേരം ശ്യാമ പറയുന്നുണ്ട്, അതിലെന്താ തെറ്റ്? അങ്ങനെ തന്നെയല്ലേ വേണ്ടത്? ഞാൻ പറഞ്ഞല്ലോ, യശോദക്കും തിരുമേനിക്കും കൊടുക്കുന്നത് കഴിഞ്ഞിട്ടുള്ള കുറച്ച് സ്നേഹം മാത്രം മതി എനിക്ക്. ഇതാ മോളെ കഴിക്കേ എന്ന് പറഞ്ഞ് രാധികയുടെ വായിലേക്ക് വെച്ച് കൊടുക്കുവാണ് ശ്യാമയും ഭക്ഷണം. അതിനുശേഷം രാധിക അവിടെ നിന്നേറ്റ് അച്ഛൻ്റെ അരികിലേക്ക് ചെല്ലുക. ഈ വീട്ടിൽ മുത്തശ്ശി ഒരുപാട് പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട്, എന്നെ എവിടെയെങ്കിലും കൊണ്ട് കളയാനൊക്കെ പറഞ്ഞ് ഒത്തിരി നിർബന്ധിച്ചിട്ടുണ്ട് അച്ഛനെ. എന്നാൽ അപ്പോഴൊക്കെ മുത്തശ്ശി എതിർത്തുകൊണ്ട് അച്ഛനെന്നെ ചേർത്ത് പിടിച്ചു. ഞാൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുവാണെങ്കിൽ അതിൻ്റെ ഒപ്പം എൻ്റെ അച്ഛനും എൻ്റെ കൈപിടിച്ചിറങ്ങുമെന്ന് പറഞ്ഞു. അച്ഛനെ അങ്ങനെ ചേർത്ത് നിർത്തിയത് കാരണോ ഇന്ന് അമ്മയ്ക്ക് എന്നെ ഇങ്ങനെ ജീവനോടെ കാണാൻ പറ്റിയത്. അങ്ങനെ പറഞ്ഞ് ദേവൻ്റെ അരികിലേക്ക് ചെന്നിട്ട് ദേവൻ്റെ കയ്യിൽ നിന്ന് ഒരുള്ള ഭക്ഷണം വാങ്ങി കഴിക്കുവാണ്ടോ രാധിക. പിന്നീട് കാണിക്കുന്നത് രാധികേനെ മാറി മാറി യശോദയും ശ്യാമയും കൂടി ഭക്ഷണമൊക്കെ കൊടുത്ത് കൂട്ടിക്കൊണ്ടിരിക്കുന്നതാണ്. അങ്ങനെ അവരെല്ലാവരും ഒത്തിരി സന്തോഷത്തോടെ ഇരിക്കുവാണ് കേട്ടോ. പിന്നീട് ബെഞ്ചമിനെ കാത്തു നിൽക്കുന്ന ഗൗതത്തിനെയാണ് കാണിക്കുന്നത്. ഈ സമയം ബെഞ്ചമിൻ അവിടെ എത്തുന്നുണ്ട്. അന്നേരം ഗൗതം ചോദിക്കണേ, എന്ത് പറ്റി ബെഞ്ചമിൻ? 2-3 ദിവസമായിട്ട് ഫോണിൽ വിളിച്ചിട്ട് കിട്ടുന്നേ ഉണ്ടായില്ലല്ലോ. അന്നേരം ബെഞ്ചമിൻ പറയണേ, കണിമംഗലം പോലൊരു വലിയ ബിസിനസ് ഗ്രൂപ്പ് തകർക്കാനായിട്ട് എന്നെ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിലും അതിൻ്റെ ഇടയിൽ എൻ്റെ ചില പേഴ്സണൽ ആവശ്യങ്ങളും കൂടി വന്നുപോയി. ഞാൻ എൻ്റെ പേഴ്സണൽ ആവശ്യത്തിന് വേണ്ടിയിട്ട് യാത്രയിലായിരുന്നു. അതിൻ്റെ ഇടയിൽ ഞാൻ ഫോൺ അങ്ങനെ ഉപയോഗിക്കാറില്ല. അല്ല ബെഞ്ചമിൻ, കാര്യങ്ങളൊക്കെ ഇപ്പോൾ എങ്ങനെയാണ് അവിടെ കണിമംഗലത്ത്? അവിടുത്തെ കാര്യങ്ങൾ എങ്ങനെയാണ്? അച്ഛനും മോനും കൂടി പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ട് സഹായത്തിനായിട്ട് എന്നെ വിളിച്ചിരിക്കുകയല്ലേ. ഞാൻ അവരുടെ കൂടെ തന്നെ നിന്ന് ആവശ്യമുള്ള സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട്. ഈ സമയം ഗൗതം പറയണേ, ബെഞ്ചമിൻ, വല്യച്ഛനാണ് പുറത്തിറങ്ങിയിരിക്കുന്നത്. വല്യച്ഛൻ കമ്പനിക്കാരങ്ങളെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് സ്റ്റഡി നടത്താൻ തുടങ്ങി. വല്യച്ഛൻ്റെ സ്വഭാവം വെച്ചിട്ട് സിംഹം കൂട്ടിന്ന് പുറത്തിറങ്ങുന്ന പോലെയാണ്. അങ്ങനെ ഓരോ കാര്യങ്ങളും കൃത്യമായിട്ട് ചെയ്ത് കീറി മുറിച്ച് ഓരോ കാര്യങ്ങളും പരിശോധിക്കും. അന്നേരം ബെഞ്ചമിൻ പറയണേ, പരമേശ്വരൻ സാറ് അങ്ങനെ ഒരു ജീനിയസ് ആയിരിക്കും. ഇതുപോലെയുള്ള ചെറിയ പ്രശ്നങ്ങളൊക്കെ കണ്ടെത്താനും പറ്റും. പക്ഷേ ഒരു ചില്ല മുറിച്ച് കിടക്കുന്നത് കണ്ടെത്താൻ ശ്രമിച്ചാലും അതിൻ്റെ ബാക്കിൽ ആ മരം തന്നെ കടയോടെ ഇളക്കി വെച്ചിരിക്കുവാണല്ലോ ഞാൻ. അതയാൾക്ക് കണ്ടുപിടിക്കണമെങ്കിൽ കുറച്ച് പാടുപെടേണ്ടി വരും. കണിമംഗലം ഗ്രൂപ്പ് എന്ന വലിയ സാമ്രാജ്യം ഗൗതത്തിനും തൻ്റെ അച്ഛൻ ചന്ദ്രശേഖരൻ സാറിൻ്റെയും കാൽക്കീഴിൽ വെച്ച് തരുമെന്ന് ഈ ബെഞ്ചമിൻ എന്ന വാക്ക, അത് ഞാൻ പാലിച്ചിരിക്കും അധികം വൈകാതെ തന്നെ. പിന്നെ ചന്ദ്രശേഖരൻ സാറിനെ ജയിലിൽ നടക്കുന്ന കാര്യം, അക്കാര്യത്തിന് വേണ്ട കാര്യങ്ങളെല്ലാം സാർ അവിടെ നിന്ന് മൂവ് ചെയ്യുന്നുണ്ട്. സാറേ നമുക്ക് വിശ്വസിക്കാം. ആളെ വേണ്ട രീതിയിൽ പലപ്പോഴും എന്നെപ്പോലും അത്ഭുതപ്പെടുത്തുന്ന രീതിയിലാണ് ഓരോ കാര്യങ്ങളും ചെയ്തു വെക്കാറുള്ളത്. അല്ല ഗൗതം, തൻ്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? ഈ സമയം ഗൗതം പറയണേ, ഈ ഡിഗ്രി സർട്ടിഫിക്കറ്റ് കിട്ടിയതിന് ശേഷം അത് വെച്ച് ജോലിക്ക് അന്വേഷിക്കില്ലേ, അതുപോലൊരവസ്ഥയിലാണ് ഞാനിപ്പോൾ. അച്ഛൻ പുറത്തിറങ്ങി എല്ലാം വെട്ടിപ്പിടിക്കുന്നതും കാത്തിരിക്കുക ഞാൻ. അതുടനെ നടക്കുമോ? അധികം വൈകാതെ തനിക്ക് താൻ ആഗ്രഹിച്ചതുപോലുള്ളൊരു ജീവിതം നടക്കാം. അതെ ബെഞ്ചമിൻ, അത് തന്നെയാണ് എൻ്റെ ആഗ്രഹം. സത്യം പറയാലോ, വല്യച്ഛൻ്റെ മോനാണെങ്കിലും പലപ്പോഴും എനിക്ക് അവരിനോട് അസൂയ തോന്നിയിട്ടുണ്ട്. അതിലും മേലൊരു ജീവിതം, അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അങ്ങനെ പറഞ്ഞ് സന്തോഷത്തോടു കൂടി നിൽക്കുവാണ് കേട്ടോ ബെഞ്ചമിനും ഗൗതവും ഒക്കെ. പിന്നീട് കാണിക്കുന്നത് ശ്യാമ രാധികേനെയും കുട്ടി നേരെ വന്നിരിക്കുന്നത് സ്വന്തം വീട്ടിലേക്കാണ്. അങ്ങനെ അഖിലിൻ്റെ ഫോട്ടോയ്ക്ക് മുമ്പിൽ ശ്യാമയെ നിർത്തുവാം. മോളെ, അച്ഛൻ്റെ ഫോട്ടോയിൽ തൊട്ട് അനുഗ്രഹം വാങ്ങിക്കേ. അങ്ങനെ രാധിക അഖിലിൻ്റെ ഫോട്ടോയിലൊക്കെ തൊട്ട് അനുഗ്രഹമൊക്കെ വാങ്ങിക്കുവാണ്. ഈ സമയം ശ്യാമ പറയുന്നുണ്ട്, അഖിൽ സാർ, നമ്മുടെ മോള് എല്ലാം തിരിച്ചറിഞ്ഞുകൊണ്ട് അഖിൽ സാറിൻ്റെ മുമ്പിൽ എത്തിയിരിക്കുകയാണ്. ഞാൻ അഖിൽ സാറിന് തന്ന ആ വാക്കിപ്പോൾ പാലിച്ചിരിക്കുവാണ്.
ഇനി എനിക്ക് അഖിൽ സാറിന് കൊടുക്കാൻ പറ്റാതെ പോയ സ്നേഹവും എൻ്റെ മോൾക്ക് ഇത്ര നാൾ എനിക്ക് കൊടുക്കാൻ പറ്റാതെ പോയ സ്നേഹവും എല്ലാം കൂടി ഒരുമിച്ച് കൊടുക്കണം. സത്യം പറയാലോ അഖിൽ സാർ, അവളെന്നെ നിഷേധിച്ചപ്പോൾ വേണ്ടാന്ന് പറഞ്ഞു പോയപ്പോൾ ആകെ തകർന്നു പോയതാ ഞാൻ. എൻ്റെ ജീവിതം അവസാനിപ്പിക്കാനായിട്ട് തന്നെയാണ് നമ്മുടെ തറവാട്ട് ക്ഷേത്രത്തിലേക്ക് പോയതും അവിടെ വെച്ച് എൻ്റെ ജീവിതത്തിലെ അവസാന 4 വരി പാടി എൻ്റെ അഖിൽ സാറിൻ്റെ അരികിലേക്ക് എത്തണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. അമ്മയെന്നുള്ള അവളുടെ വിളിയില്ലായിരുന്നെങ്കിൽ ശ്യാമ ഇന്നത്തോടെ തീർന്നേനെ. മരണത്തിൽ നിന്നാണ് എൻ്റെ മോളെന്നെ പിടിച്ച് കൂട്ടിക്കൊണ്ടു വന്നിരിക്കുന്നത്. അങ്ങനെ എനിക്ക് തിരിച്ചു കിട്ടിയ ജീവിതം മുഴുവൻ ഇനി എൻ്റെ മോളെ സ്നേഹിക്കാനായിട്ട് മാത്രമുള്ളതാണ്. അങ്ങനെ ശ്യാമയുടെ ആ വാക്കുകളൊക്കെ കേട്ട് ഞെട്ടലോട് കൂടി നിൽക്കുന്ന രാധികേനെ കാണിച്ചുകൊണ്ടാണ് കേട്ടോ എപ്പിസോഡ് തീരുന്നത്. പിന്നീട് പ്രമോയിൽ കാണിക്കുന്നത് ശ്യാമ സ്വന്തം ജീവിതം അവസാനിപ്പിക്കാനായിട്ട് തീരുമാനമെടുത്ത കാര്യം പറഞ്ഞ് രാധിക ശ്യാമയോട് ദേഷ്യപ്പെടുന്നൊക്കെ ഉണ്ട്. ഇനി ഒരിക്കലും എൻ്റെ അമ്മ അങ്ങനെയൊന്നും ചിന്തിച്ചു പോകരുത്. എൻ്റെ അമ്മ എന്നും ഇനി എന്നോട് കൂടെ ഉണ്ടാവണം. എൻ്റെ അമ്മയുടെ ഈ സ്നേഹം മുഴുവൻ എനിക്ക് അനുഭവിക്കണം. അങ്ങനെയൊക്കെ പറഞ്ഞ് ശ്യാമയെ ചേർത്ത് പിടിക്കുവാണ്. പിന്നീട് കാണിക്കുന്നത് അമ്പലത്തിൽ വെച്ച് നടന്ന കാര്യങ്ങളെല്ലാം തിരിച്ചു വന്ന വരുൺ മുത്തശ്ശിയോടും പരമേശ്വരനോടും പത്മിനിയോടും എല്ലാവരോടും പറയുവാണ് കേട്ടോ. അവർക്കിതൊക്കെ അറിയുമ്പോൾ ഒത്തിരി സന്തോഷമാകുവാണ്. ഈ സമയം കൽപ്പനയും മുറുവശമൊക്കെ അരികിലുണ്ടാവും. അവർക്കാണെങ്കിൽ ഇതൊന്നും പറഞ്ഞിട്ട് തീരെ സഹിക്കുന്നില്ല കേട്ടോ. ഈ സമയം പത്മിനി പറയുന്നുണ്ട്, എന്താണെങ്കിലും അമ്മ ആരാണെന്നറിയാതെ ആ കുട്ടി ഒത്തിരിയധികം വേദനിച്ചിട്ടുള്ളതല്ലേ. ഇപ്പോൾ അതിനെല്ലാം അവളുടെ സങ്കടത്തിനെല്ലാം പരിഹാരമില്ലേ. അവളെ ആ പേരും പറഞ്ഞ് ഇവിടെയുള്ള ചിലർ തന്നെ കുത്തു നോവിക്കുകയും വേദനിപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ. അന്നേരം വരുൺ പറയണേ, എന്താണെങ്കിലും ഇനി അവരെ കൊണ്ടുള്ള ശല്യമൊന്നും ഉണ്ടാവില്ലല്ലോ. അവർക്ക് അങ്ങനെയൊക്കെ പറഞ്ഞ് എൻ്റെ രാധികയെ വേദനിപ്പിക്കാൻ പറ്റില്ലല്ലോ. പ്രശസ്ത ഗായികയായിട്ടുള്ള ശ്യാമ മാഡത്തിൻ്റെ മകളല്ലേ രാധിക ഇപ്പോൾ. അങ്ങനെയൊക്കെ പറഞ്ഞ് ഉർവശിനെയും കൽപ്പനേനെ നോക്കുവാണ് കേട്ടോ വരുൺ. അന്നേരം അവളാണെങ്കിൽ അതൊന്നും ഇഷ്ടപ്പെടാത്ത രീതിയിൽ ദേഷ്യത്തോടെ തന്നെ നിൽക്കുവാണ്. പിന്നീട് കാണിക്കുന്നത് ശ്യാമയുടെ വീട്ടിലെത്തുന്ന ആരതിനെയാണ്. അങ്ങനെ ആരതി കോളിംഗ് ബെൽ അടിക്കുമ്പോഴേക്കും രാധിക ആയിരിക്കോട്ട് ഡോർ തുറക്കുന്നത്. ആ ഇതാര്, രാധികയോ? ഫിദ മാഡം ഇല്ല അകത്ത്? അന്നേരം രാധിക പറഞ്ഞേ, ഇല്ലല്ലോ ഫിദ മാഡം ഇല്ല. പിന്നെ ആരാ ഉള്ളതകത്ത് എന്ന് ആരതി ചോദിക്കുക. അന്നേരം രാധിക പറയുന്നുണ്ട്, അകത്ത് ഗായിക ശ്യാമ മാഡം ഉണ്ട്, പിന്നെ ശ്യാമ മാഡത്തിൻ്റെ മകളായ രാധിക എന്ന ഞാനും ഉണ്ട്. അങ്ങനെയൊക്കെ രാധിക ഒത്തിരി സന്തോഷത്തോടെ പറഞ്ഞു നിൽക്കുന്ന ആ ഒരു സീനൊക്കെയാണ് കേട്ടോ പ്രൊമോയിൽ കാണിക്കുന്നത്. അപ്പോൾ ഈ ഒരു റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ. താങ്ക്